ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബ്രോസ്റ്റഡ് പ്രോൺസ് ഉണ്ടാക്കിയാലോ. ചെമ്മീൻ ആദ്യം തലയും വാലും വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ കുടൽ കളയണം. അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക്കും ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കാം നിങ്ങൾക്ക്. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് മൈദ, കോൺഫ്ലവർ, അരിപ്പൊടി, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും എടുത്താൽ മതി. പിന്നെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം, അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളവും, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ പൊടിയിൽ നിന്ന് ഒരു സ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചെമ്മീൻ അലർജി ഇല്ലാത്ത എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം ചെമ്മീൻ ആ മുട്ട ബാറ്ററിൽ മുക്കുക, എന്നിട്ട് പൊടിയിൽ ഡിപ്പ് ചെയ്യുക. ഇത് 2 തവണ ചെയ്യണം കേട്ടോ, അതായത് ഡബിൾ കോട്ടിങ് നമ്മൾ കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ എണ്ണ ചൂടായതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാച്ചായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എടുക്കരുത്, അതിൽ ആ ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഫോം ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇട്ട ഉടനെ മറിച്ചിടുകയും ചെയ്യരുത്. അത് ടെക്സ്ചറൊക്കെ ഫോമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ഡബിൾ കോട്ടിങ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.